പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങള്, ഒന്ന് ജിസിയ, മറ്റൊന്ന് കൈകാലുകളുടെ വിപരീത ദിശയിൽ മുറിച്ചു കളയുക എന്നുള്ളത്. മറ്റൊരു വിഷയം നമ്മൾ സംസാരിച്ചു പോന്നിരുന്നത് ഭ്രൂണശാസ്ത്രം. ഇതൊക്കെയാണ്. അതില് ഫകസൗനൽ ഇലാമ ലഹ്മ എന്ന് പറയുന്ന ഭാഗം നമ്മൾ വിശദീകരിക്കേണ്ടത്. ഇലാമിനെ ലഹ്മ കൊണ്ട് പൊതിയുന്നു എന്ന് പറയുന്നത് ആ ഭാഗം നമ്മൾ സംസാരിച്ചപ്പോ ഒരു സഹോദരൻ കുറച്ച് നഹ്വും സർഫും ഒക്കെ പഠിച്ച ഒരു സഹോദരനാണെന്ന് തോന്നുന്നു. ഇലാം എന്നുള്ളത് തഅലീമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ട്. അദ്ദേഹത്തിന്റെ അറിവ് പങ്കുവെച്ചു. അതിൽ ശരിയുണ്ടെങ്കിൽ നമ്മൾ എടുക്കണം. അതാണ് നമ്മുടെ നിലപാട്. എവിടെ നിന്നൊക്കെ അറിവുകൾ കിട്ടുന്നുവോ ആ അറിവുകളിൽ ശരിയുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം എന്ന് പറയുന്ന ആ തലത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ ഇവിടെ അദ്ദേഹം നഹ്വും സർഫും ഖുർആനിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അള്ളാഹു തന്നെ വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി, എല്ലാ സർഫും അള്ളാഹു തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ നഹ്വ് എവിടേക്കാണ് എന്നുള്ളത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിനെ നമ്മളിപ്പോ വായിച്ചു കൊണ്ടിരിക്കുന്നത് ലിസാനുൽ അറബിലാണ്. സർഫു നഹ്വ് അല്ല എന്നർത്ഥം. ലിസാനുൽ അറബിലാണ്. അത് ഞാൻ പിന്നീട് വിശദീകരിക്കും. ഓരോ കാര്യം ഒന്നുകൂടി കൂടുതൽ ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി അദ്ദേഹം പറഞ്ഞതിൽ തന്നെ നമുക്ക് ശരിയുണ്ടെങ്കിൽ സ്വീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അലുമ എന്ന് പറയുന്നതിൽ നിന്നാണ് ഇലാമും തഅലീമും ഒക്കെ ഉണ്ടാകുന്നത്. അലമയെ അല്ലമ എന്നാക്കുമ്പോ തഅലീമാവും. അത് കുറച്ച് നഹ്വും സർഫും ആണെങ്കിൽ പറയാം. സർഫിന്റെയും നഹ്വിന്റെയും ഒക്കെ എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ് നമ്മളൊക്കെ. അതിലൊരു ഭാഗവും വിടാതെ കടന്നു പോകുന്നതാണ് നമ്മൾ. അപ്പോ അലുമ എന്ന് പറയുന്ന ഫിഴലിൽ നിന്നാണ് അല്ലമ ഉണ്ടാകുന്നതും പിന്നെ തഅലീം ഉണ്ടാകുന്നതും. അപ്പൊ അലുമക്ക് ഇലാം എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ ഏതടിസ്ഥാനത്തിലാണ് എൻ്റെ സഹോദരൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കറുമ എന്ന് പറഞ്ഞാൽ കിറാം എന്ന് പറയും, നിലുമ നിലാം എന്ന് പറയും. ഇപ്പൊ കറുമ എന്ന് പറഞ്ഞ കറാമത്ത് എന്ന് വേണമെങ്കിൽ പറയാം, കിറാമു എന്ന് പറയാം. ഇപ്പൊ നെലുമ എന്ന് പറഞ്ഞ നലാമത്ത് പറയാം, നിലാമ് പറയാം. എന്നപോലെ തന്നെ അലുമ ഇലാമ് പറയാം, അലാമത്തും പറയാം. ഞാന് ഭാഷയിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ആ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഖുർആനിന്റെ ഈ വായന നടത്തുന്നത്. ഈ വായന ലിസാനുൽ അറബിലാണ് നമ്മൾ മുസ്ഹഫിനെ ഇപ്പൊ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ രണ്ട് ഭാഗവും രണ്ട് വശവും ആദ്യം 5-6 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതിന്റെ വിശദമായ വിവരണങ്ങളിലേക്ക് ഇനി നമ്മൾ കടന്നു വരും പിന്നീട്. ഇന്ന് ഞാന് ആ ഭ്രൂണശാസ്ത്രത്തിൽ തന്നെ ആ വിഷയം അവിടെ നിർത്തുകയാണ്. അദ്ദേഹത്തിന്റെ ശരി അദ്ദേഹം സ്വീകരിക്കട്ടെ, അതേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. നമുക്കിത് ആര് സ്വീകരിക്കണം ആര് തള്ളണം എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ അറിവ് ഷെയർ ചെയ്യുക, പങ്കുവെക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആ അറിവിനപ്പുറം ഇനി ഒരു അറിവില്ല എന്നൊന്നും നമുക്ക് വാദമല്ല. ഈ അറിവിനപ്പുറം ഒരറിവ് ഉണ്ട്, അതാണ് ശരി എന്നാണ് എൻ്റെ
എൻ്റെ ശ്രോതാക്കൾക്ക്, ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ആളുകൾക്ക് തോന്നുന്നെങ്കിൽ അത് സ്വീകരിച്ചോളൂ. ഒരു വിഷയമില്ല. നമ്മെ സംബന്ധിച്ച് ഒരു നിർബന്ധമില്ല. നമ്മൾ ആ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോന്ന് അതിനപ്പുറം ഖുർആൻ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രൂപത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ അറിവ് പങ്കുവെക്കുന്നു. അതെന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ആവശ്യക്കാരില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാനിത് നിർത്തിവെക്കാനും സാധ്യതയുണ്ട്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആ വിഷയം ഇപ്പൊ പറഞ്ഞ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അലുമക്ക് ഇലാം എന്ന് പറയാൻ പാടില്ല. നെലുമ എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് നെലാമത്തെ പറയാൻ പാടുള്ളൂ. നിലാമെന്ന് പറയാൻ പാടില്ല. കറുമക്ക് കിറാമെന്ന് പറയാൻ പാടില്ല. കറാമത്തെ പറയാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ഫഅല ബാബില് അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയുന്നത്, അങ്ങനെയാണ് വാദമെങ്കിൽ അത് സ്വീകരിക്കട്ടെ എന്ന് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അഭിപ്രായമുള്ളൂ. ഇനി ഞാന് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ആ വചനത്തിന്റെ ആ ഭാഗ്യഭാഗം തന്നെയാണെന്ന് വിശദീകരിക്കുന്നത്. അതായത് വമിൻകും മയ്യുതവഫ വമിൻഹും മയ്യുറദ്ദു ഇല അർദലിൽ ഉംരി ലികൈലാ യഅലമ ബഅദ ഇൽമിൻ മിൻ ബഅദി ഇൽമിൻ ഷൈഅ എന്ന് പറയുന്ന ആ ഭാഗം. വമിൻകും മയ്യുതവഫ, അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് നിങ്ങളിൽ ചിലർ മരിച്ചു പോകും. യതവഫ എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക എന്നല്ല, വഫ ആണ്, പൂർത്തീകരിക്കലാണ്. വല്ലദീന യുതവഫൗന മിൻകും എന്നൊക്കെ പറയുന്നത് അതാണ്, മരിച്ചു പോവുകയല്ല, മനസ്സിന്റെ ജ്ഞാനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് യതവഫ എന്ന് പറയുന്നത്. അള്ളാഹു യതവഫൽ അംഫുസ എന്ന് പറയുന്നത് അതാണ്. നഫ്സുകൾക്ക് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അള്ളാഹു ആണ് എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ നഫ്സുകളെ മരിപ്പിക്കുന്നത് അള്ളാഹു ആണ് എന്നുള്ള അർത്ഥത്തിനല്ല. അത് നമ്മൾ വിശദീകരിക്കും ആ വചനം. അതാണ് അള്ളാഹു യതവഫൽ അംഫുസ എന്ന് പറയുന്നത് അതാണ്. ഇനി ഇവിടെയും വാദം കൊണ്ടുവരുമോ എന്ന് എനിക്കറിയില്ല. വഫ എന്നുള്ളതും ഔഫു എന്നുള്ളതും ഇബ്രാഹിമുല്ലദീ വഫ, മരിച്ച ഇബ്രാഹിം എന്നല്ല. വഫ എന്നുള്ളതിൽ നിന്നാണ് ഔഫ ഉണ്ടാകുന്നത്, തവഫ ഉണ്ടാകുന്നത്. എല്ലാതും അതില് അക്ഷരങ്ങൾ വർദ്ധിക്കുമ്പോൾ ആശയം വർദ്ധിക്കുന്നു എന്നേ ഉള്ളൂ. ലിസാനുൽ അറബില് വാവും ഫാവും യാവും കൂടുമ്പോഴുള്ള അർത്ഥതലത്തിൽ നിന്ന് യതവഫ യാവും താവും കൂടി കൂടുമ്പോ അതിന്റെ ആശയം ഒന്നുകൂടി വിപുലമായി തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ലിസാനുൽ അറബിന്റെ പ്രത്യേകത. അത് ഈ നഹ്വും സർഫും അനുസരിച്ച് വിശദീകരിക്കേണ്ടതല്ല. അത് പ്രത്യേകം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പോ വമിൻകും മയ്യതവഫ എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ ആത്മീയ ജ്ഞാനത്തിന്റെ ഘട്ടം ഘട്ടമായ അതിന്റെ തത്തവൂർ, അതിന്റെ പുരോഗതി. തൗറം ബാദ തൗരിൻ വഖദ് ഖലഖക്കും അത്വാറ എന്ന് പറഞ്ഞല്ലോ. ഈ തത്തവൂറാണ് വൈജ്ഞാനികമായ ഓരോ ഘട്ടങ്ങളിലൂടെ പുരോഗതി പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് ആ വചനം സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓരോ ഘട്ടങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിൽ നിന്ന് പറഞ്ഞതാണ് വമിൻകും മയ്യതവഫ, ഇങ്ങനെ നിങ്ങളിൽ നിന്ന് ആത്മീയ ജ്ഞാനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരുന്ന ആളുകളുമുണ്ട്. അതാണ് ഈസയോട് പറഞ്ഞത് ഇന്നി മുത്തവഫീക എന്ന് പറയുന്നത് അതാണ്. ഞാനാണ് നിനക്ക് വിജ്ഞാനത്തിന്റെ ആത്മീയ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് നിന്നെ ഞാനാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്.
ഒമിൻകും മൻ യുറദ്ദു ഇല അറുദലിൽ ഉംറി, അറുദലുൽ ഉംറിലേക്ക്, അതായത് അത് അവിടെ നമ്മളിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രായമാവുന്നതിന് മുമ്പ് മരിച്ചു പോകുന്ന ആളുകൾ ചിലരുണ്ട്, നിങ്ങളിലുണ്ട്. എന്നാൽ ഷൈഖൂഖത്തിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുന്ന ആളുകളുണ്ട് എന്നാണ്, അതിലേക്ക് മടക്കപ്പെടുന്നവര് എന്നാണ്. മൈ യുറദ്ദു ഇല അറുദലിൽ ഉംരി എന്ന് പറയുന്നത് വയസ്സിന്റെ അങ്ങേയറ്റം, അതായത് ഷൈഖൂഖത്തിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് മടക്കപ്പെടുന്ന ആളുകളും നിങ്ങളിലുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് ഇപ്പോ അതിന്റെ പാരമ്പര്യ പരിഭാഷ അങ്ങനെയാണ്. ഒമിൻകും മയ്യുറദ്ദു ഇല അറുദലിൽ ഉംറ് എന്ന് പറയുന്നത്, അറുദലുൽ ഉംറ് എന്ന് പറയുന്നത് കമാലുൽ മഅരിഫത്തിനെ, അറിവിന്റെ പൂർണ്ണതയിൽ തവഫയിലേക്ക് വരാതെ അത് നിർത്തിവെക്കുന്ന, അതിലേക്ക് മടക്കപ്പെടുന്ന ആളുകളുണ്ട് എന്നാണ് അതിന്റെ. അത് ചിലപ്പോ 25 വയസ്സിൽ സംഭവിക്കാം, 20 വയസ്സിൽ സംഭവിക്കാം, 30 വയസ്സിൽ സംഭവിക്കാം, പറയാൻ പറ്റൂല. ഒരാൾ ഒരു ജാമ്യ, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഒരു സർവകലാശാലയിൽ നിന്ന് വലിയ ജ്ഞാനമൊക്കെ നേടി പുറത്തിറങ്ങി അതോടുകൂടി അയാളുടെ പഠനം നിർത്തിവെച്ചാൽ അയാൾ അറുദലുൽ ഉംറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ്. അപ്പൊ അവന്റെ അറുദലുൽ ഉംറ് 25-ാമത്തെ വയസ്സ്. അല്ലി കൈല യഅലമ ബഅദ ഇൽമിൻ, കുറെ ഇൽമ് നേടിയിട്ട് പിന്നെ ഒന്നും ഇൽമ് നേടാത്ത അവസ്ഥ, ഒന്നും അറിയേണ്ടതില്ലാത്ത അവസ്ഥയിലേക്ക് അവന് തവഖുഫു അനിൽ മഅരിഫത്തിയാണ്, അറിവിനെ നിർത്തിവെക്കലാണത്. ഞങ്ങളെപ്പോലെയുള്ള പല അധ്യാപകർക്കും സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നു അത്. പഠനമൊക്കെ പഠിച്ചിറങ്ങി അതിന് വേണ്ട ക്വാളിഫിക്കേഷനൊക്കെ എടുത്ത് പിന്നെ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ പുസ്തകത്തിന്റെ ആ കുറച്ച് ഇടങ്ങളിൽ മാത്രം അയാൾ ഒതുങ്ങിക്കൂടിയാൽ അയാൾ ഏകദേശം അറുദലുൽ ഉംറിലേക്ക് എത്തി. ഈ ലൈവായിട്ട് അറിവിനെ നിലനിർത്തി കൊണ്ടുപോകാൻ, അതാണ് തഅമീർ ചെയ്യാന്ന് പറയുന്നത്. അതാണ് ഉംറ്, അതാണ്, അല്ലാതെ ഏജ് അല്ല. അതാണ് പിന്നെ ബൈത്തുൽ മഅമൂർ എന്നൊക്കെ പറഞ്ഞല്ലോ. ബൈത്തുൽ മഅമൂർ ആയിരിക്കണം നമ്മുടെ എപ്പോഴും. നമ്മുടെ ബൈത്തുൽ അഫ്കാർ ഉണ്ടല്ലോ, ബൈത്തുൽ മഅലൂമാത്ത് ഉണ്ട്, അറിവിന്റെ ബൈത്ത് ഉണ്ടല്ലോ, അത് എപ്പോഴും മഅമൂർ ആയിരിക്കണം, അപ്പോഴും ലൈവായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ആ മേഖലയിൽ അയാൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ വിജ്ഞാനത്തിന്റെ തഅമീർ നടത്തിക്കൊണ്ടേയിരിക്കണം, ആലു ഇമ്രാനായിരിക്കണം എന്നർത്ഥം. അതാണ് ഇന്നമായി അഅ്മുറു മസാജിദ് അല്ലാഹി എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ വിജ്ഞാനത്തെ തഅമീർ നടത്തിക്കൊണ്ടേയിരിക്കണം, ലൈവാക്കി നിലനിർത്തിക്കൊണ്ടേയിരിക്കണം ഒരു മനുഷ്യൻ. അത് അറുദലിലേക്ക് പോവുകയാണ്. അറുദല്, അതാണല്ലോ നൂഹിന്റെ ജനത പറഞ്ഞത്, നിന്നെ പിൻപറ്റിയ ആളുകളെ ഞാൻ കാണുന്നത് മാ നറാക്ക ഇല്ല, നിന്നെ ഞങ്ങൾ കാണുന്നത് നീ ഞങ്ങളെപ്പോലുള്ള ആൾ തന്നെയാണ്. പിന്നെ പറയുന്നത് ഒമാ നറാക്ക ഇത്തബഅക ഇല്ലല്ലദീനഹും അറാദിലുന എന്നാ പറയുന്നത്. നിന്നെ പിൻപറ്റിയ ആളുകളൊക്കെ ഞങ്ങളിലെ അറാദിലുകളാണെന്ന് പറഞ്ഞാൽ ഷൈഖൂഖത്തിലേക്ക് എത്തിയ ആളുകളാണ് എന്നുള്ള അർത്ഥത്തിനല്ല അവര്. അത് പിന്നെ അത് അവിടെ തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ബാദി ഉർ റഈയാണ് അവര് എന്നർത്ഥം. റഈന്റെ ബിദായത്തിലാണ്, ലാഹിറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അഭിപ്രായം. അവിടെ റുഇയത്ത് ലാഹിറില് ബിദായത്തിലും മാത്രം, തുടക്കത്തിലും ബാഹ്യമായ തലത്തിലും മാത്രം നിലനിർത്തുന്ന ആളുകളാണ് അവരാണ് നിന്നെ പിൻപറ്റുന്ന ആളുകളിൽ അധികവും എന്നാണ് ഞങ്ങൾ കാണുന്നത് എന്നാണ് അവര് പറയുന്നത്. അതാണ് നോഹിന്റെ കൗമിലെ മലവ് പറഞ്ഞത് ആയിട്ട് ഖുർആൻ വിശദീകരിക്കുന്നത്. അപ്പൊ നിന്നെ പിന്തുടരുന്ന ആളുകളിൽ ഞങ്ങൾ കാണുന്ന അധികം ആളുകളും അറാദിലുന എന്നാണ്, ഞങ്ങളിലെ അറാദിലുകൾ. അറുതലാണ്, ഞങ്ങളിലെ അറുതലീങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളിലെ വയസ്സന്മാരായ കുറച്ച് ആൾക്കാർ മാത്രമാണ് നിന്നെ പിൻപറ്റുന്നവര് എന്നല്ല അർത്ഥത്തിനല്ല.
വിവരം ബാദിഉറയിൽ നിൽക്കുന്ന ആളുകളാണ് അവരധികവും എന്നാണ്, അവർ ആഴത്തിൽ ചിന്തിക്കാത്ത ആളുകളാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അറുദലുൽ ഉംറ എന്ന് പറയുന്നത് തഅ്മീർ ചെയ്യുന്ന തലത്തില് അവര് തയ്യാറല്ല. അതിലേക്ക് അവരുടെ വിജ്ഞാനത്തെ, അന്വേഷണത്തെ, പഠനത്തെ, അവരുടെ വൈജ്ഞാനികമായ പുരോഗതിയെ അവര് തവക്കുഫ് നിർത്തിവെച്ചിരിക്കുകയാണ്. കുറെ അറിഞ്ഞു, പഠിച്ചു, മനസ്സിലാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഒരു സർവകലാശാലയിൽ നിന്ന് വലിയൊരു ബിരുദമൊക്കെ എടുത്ത് വിജ്ഞാനം ഒരുപാട് നേടി അവിടെ തവക്കഫ അൻ ബഹസിൽ മഅരിഫത്തി, പിന്നെ വിജ്ഞാനത്തെ അന്വേഷിക്കുന്നത് അവിടെ തവക്കുഫ് ചെയ്ത് നിർത്തിവെച്ചു. അപ്പൊ അത് 25-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 30-ലാണെങ്കിൽ 20-ലാണെങ്കിൽ 35-ലാണെങ്കിൽ അവന് ആ 25-ല് അല്ലെങ്കിൽ ആ 30-ല് അവന് അറുദലുൽ ഉംറയിലേക്ക് എത്തി നടത്തും. അല്ലാതെ ശാരീരികമായ അറുദലുൽ ഉംറയെ കുറിച്ചല്ല ഖുർആൻ ഒരിടത്തും സംസാരിക്കുന്നത്. അത് തിഫിലായാലും ഷെയ്ഖായാലും, ഷീബ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം എന്നുള്ള അർത്ഥത്തിന് ഇതൊന്നും ഒക്കെ, വിൽദാൻ എന്ന് പറഞ്ഞാൽ, വിൽദാനും മുഖല്ലദും എന്ന് പറഞ്ഞ സ്വർഗത്തില് എന്നും ചെക്കന്മാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞതുണ്ടല്ലോ. വിൽദാൻ അവരിൽ നിന്ന് തൗലീദുൽ അഫ്കാറാണ്, അവരിൽ നിന്ന് മുഖല്ലദായിട്ട് ഉണ്ടാകുന്ന ചിന്തകളെ കുറിച്ച് പറയുമ്പോൾ അത് പിന്നെ എന്നും പയ്യന്മാരായിട്ട് നിൽക്കുന്ന ആളുകൾ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പറയുന്നത്, ഇപ്പൊ ഇന്നത്തെ ഞാൻ വിഷയം പറഞ്ഞത് അറുദലുൽ ഉംറ എന്നുള്ളത് അപ്പൊ ആ ഭാഗമാണ്. വമിൻഹും മൻ യതവഫ വമിൻഹും മൻ യുറദ്ദു ഇലാ അറുദലിൽ ഉംരി. അതാണ് ഇതിന്റെ മുമ്പത്തെ വചനത്തിൽ ഈ കൗമി നിങ്ങൾ യതഫക്കറൂൻ എന്ന് തഫക്കുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ചിന്തിക്കാം. അപ്പൊ ചിന്തയെയും അന്വേഷണത്തെയും നിർത്തിവെക്കുന്നതിൻ്റെ കാര്യവും അതിൻ്റെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യവും ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ വചനം മുഴുവൻ വിശദീകരിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ വൈജ്ഞാനികമായ ഡെവലപ്മെന്റ്, അതിൻ്റെ തതവ്വുർ, അതിൻ്റെ തഖദ്ദും, അതിൻ്റെ പുരോഗതിയെ കുറിച്ചാണ്, ആത്മീയജ്ഞാനത്തിന്റെ പുരോഗതിയെ കുറിച്ചാണ് ഈ വചനം മുഴുവൻ സംസാരിക്കുന്നത്. അല്ലാതെ ഭ്രൂണശാസ്ത്രമല്ല എന്നർത്ഥം. അത് തുടക്കത്തില് മനസ്സിലാക്കുന്ന ആ തുടക്കത്തിലുള്ള ഒരു മനസ്സിലാക്കൽ അങ്ങനെ മനസ്സിലാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഉയരങ്ങളിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബുഅദുൽ അദ്നയിൽ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. ബുഅദുൽ ആലയിലേക്ക് വരുന്ന, തൻ്റെ ബോധതലം ബുഅദുൽ ആല അത്യുന്നതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ തലത്തില് നമ്മൾ ഈ വചനത്തെ ഈ രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതാണ് യതവഫ എന്ന് പറയുന്നത് ശാരീരികമായ മരണമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ എന്ന് പറയുന്നത്. ആ നഫ്സ് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്കുള്ള അതിൻ്റെ ഡെവലപ്മെന്റ് ഉണ്ടാകും. അതാണ് അതിൻ്റെ മൗത്ത് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ മൗത്ത്. അതാണ് മൂത്തു കബില അന്ത് മൂത്തു എന്ന് പറയുന്നത്. അന്നാസ് നിയാമൻ എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, ജനങ്ങളൊക്കെ നിയാമിലാണ്. വൈദാ മാത്തു ഇന്ദബഹു, അവർക്ക് മൗത്തുണ്ട് സംഭവിച്ചാലേ അവർ ഉണരൂ എന്ന് പറഞ്ഞത്. അതാണ് ഹീന മൗത്തിഹ എന്ന് പറയുന്നത്. അവരുടെ ആ ആത്മീയ രംഗത്തുള്ള അവരുടെ ആ ഞാൻ എന്ന ആ അഹന്ത മരിച്ചു പോകുമ്പോഴാണ് അവനൊരു ആത്മീയമായ ഇന്തിബാഹ്, ഉണർവുണ്ടാകുക. അപ്പോഴാണ് അള്ളാഹു ആ നഫ്സിന്റെ പൂർണ്ണതയിലേക്ക് അള്ളാഹു കൊണ്ടുവരും. അതാണ് അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ. അല്ലാതെ ഒരു മനുഷ്യന്റെ ഫിസിക്കൽ മരണസമയത്ത് അള്ളാഹു നഫ്സുകളെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നു എന്നല്ല. അതാണ് നിങ്ങളുടെ ആത്മീയജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുന്ന ആളുകളുമുണ്ട്. എന്നാൽ ചിലർ അറിവ് നേടി പിന്നെ ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് മടക്കപ്പെടുന്നുണ്ട്. അത് ഞാൻ പറയുന്നത് 75-ലോ 80-ലോ 90-ലോ നടക്കുന്ന കാര്യമല്ല.
ഒരാള് ഒരുപാട് പഠിച്ച് പിന്നെ അവന്റെ പഠനം നിർത്തിവെച്ചാൽ അവൻ അറുതലിൽ ഉംറായി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്തെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത്. ബാക്കി പിന്നീട് വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സലാം.